പ്രസാദ്, നമുക്കൊരു പ്രോപ്പർ മുൻകരുതൽ ഇല്ലാതെ പോയി. അതിലെ രാഷ്ട്രീയമാണോ, അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ടോ? 1990 ഗൾഫ് 90-91 കാലത്തെ ഗൾഫ് യുദ്ധം ഉണ്ടായി. അന്ന് നമുക്ക് ഗ്യാസ് പ്രതിസന്ധി ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഗ്യാസിൻ്റെ ഉപഭോക്താക്കൾ വളരെ കുറവായിരുന്നു. 2014 വരെ ഇന്ത്യയിൽ 14 കോടിയായിരുന്നു നമ്മുടെ ഗ്യാസ് കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം. ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് അത് 35 കോടിയായി മാറി. 100% വളർന്നത്. റാപ്പിഡ് ഗ്രോത്താണ്. ആ ഗ്രോത്ത് കാരണം, അതായത് ഏതാണ്ട് എല്ലാ വീടുകളിലും ഗ്യാസ് എത്തി. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടം തന്നെയാണത്. അതിനനുസരിച്ച് ഈ സ്ട്രാറ്റജിക് റിസർവ് കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അതിന് സമയമെടുക്കും. ഇപ്പം പെട്രോളിയം നമുക്ക് 60 ദിവസം സ്റ്റോക്കുണ്ട് എന്ന് പറഞ്ഞു. പെട്രോളിയം ക്രൂഡ് സ്റ്റോക്ക് ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല LPG. അത് ഹ്യൂജ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്യുന്നതിന് അതിൻ്റേതായ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. ചെയ്യുന്നില്ല. അത് കൃത്യമായി ആ സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇപ്പം പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി മുൻപിൽ കാണുന്നുണ്ട്. ആ പ്രതിസന്ധി മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഒരു കരുതലാണിപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ പല വീട്ടമ്മമാരുണ്ട്, ഞങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും അടുക്കളയിൽ ഗ്യാസ് ഇല്ലാതെ കത്തുന്നില്ല എന്ന അവസ്ഥ ഏതെങ്കിലും അടുക്കളയിൽ ഇപ്പം ഈ പറഞ്ഞാൽ നമ്മളല്ല, ഇപ്പം ഞാനും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ വീട്ടിലും ഗ്യാസ് കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് പ്രശ്നമില്ല, എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജു പി നായരുടെ ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇറാന്റെ ഔദാര്യം കൊണ്ട് കടലിടുക്ക് വഴി നമ്മുടെ കപ്പൽ ഇങ്ങോട്ട് കടന്നു വന്ന് നമ്മുടെ ഇവിടെ എനർജി എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ വിദേശ നയം അത് നമുക്ക് അപകടം പിടിച്ചതാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ് പറയുക. തന്ത്രപരമായ പരമാധികാരം. അതായത് ജനതയുടെ 142 കോടി ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഏത് നിലപാടും എടുക്കുക, ഉചിതമെന്ന് തോന്നുന്ന നിലപാടെടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇറാനുമായി ചരിത്രപരമായ ബന്ധം, സാമ്പത്തികമായ ഇടപാടുകൾ, അതേപോലെ തന്നെ ഇസ്രയേലുമായുള്ള സുരക്ഷാ ഇടപാടുകൾ, അമേരിക്കയുമായി വർദ്ധിച്ചു വരുന്ന ഭാവിയിൽ ഉണ്ടാകേണ്ട വൻപൻ ബന്ധങ്ങൾ, ഇതെല്ലാം സമഗ്രമായി കണ്ടുകൊണ്ട് വേണം സ്ട്രാറ്റജിക് ഓട്ടോണമി. ഇവിടെ ശ്രീ രാജു പി നായർ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇന്ത്യ കണ്ണടച്ചുവോ? പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ യുദ്ധം തുടങ്ങിയിട്ടിപ്പോൾ 17 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആദ്യ പകുതി ഇതിനെ 2ആയി തിരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 7 or 8 days ഇന്ത്യ കാര്യമായി പ്രതികരിച്ചു കാണുന്നില്ല. ആ പ്രതികരിച്ചത് തന്നെ ഒരുപക്ഷെ ബുദ്ധിപരമായ മൗനമായിരുന്നു. അതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ബുദ്ധിപരമായ മൗനം. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്നാണ് ചോദ്യമെങ്കിൽ വില കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായതുകൊണ്ടാകണം അതിനുശേഷം നിലപാടുകൾ മാറുന്നു. ഇറാന്റെ ഒരു എണ്ണക്കപ്പലിനെ ഇന്ത്യ ഒരു നിർണായക ഘട്ടത്തിൽ അഭയം നൽകുന്നു. അത് കൊച്ചിയുടെ തുറമുഖത്ത്. അതൊരു വലിയ പ്രധാനപ്പെട്ട ചേഞ്ച് ആണ്. കൺവെൻഷന്റെ കൂടി ഭാഗമാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.